കണ്ണുനീര് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ദൈവസന്നിധിയിൽ കരഞ്ഞു അല്ലെങ്കിൽ കരയേണ്ടി വന്നു ഒരിക്കലും നമ്മൾ ലജ്ജിക്കേണ്ടി വരും. ഒരിക്കലും നമ്മൾ അതിനെ ഓർത്ത് വേദനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കരയേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ടിരുന്നു ഇങ്ങനെ കണ്ണുനീരൊഴുകുമ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ഈ കണ്ണുനീരൊഴുകുന്നത്. ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ കരയേണ്ടത്. കാരണം വാക്കുകളെ കൊണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കണ്ണുനീരിന് പറയാനുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. ആ പാപിനിയായ സ്ത്രീ കണ്ണുനീരുകൊണ്ട് അവൻ്റെ കാല് കഴുകി എന്നാണ് പറയുക. അവിടെ വേറെ വാക്കുകളൊന്നും ഈ പാപിനിയായ സ്ത്രീ പറഞ്ഞിട്ടില്ല. ഈ കണ്ണുനീരിൽ നിന്ന് എല്ലാം ദൈവം വായിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ കരയേണ്ടത് കിടക്കയിൽ കിടന്നല്ല, മുറിയിലിരുന്ന് കഥ കടച്ചല്ല. നിന്റെ കർത്താവിൻ്റെ ക്രൂശ് രൂപം ഇവിടെ എടുത്തു വെക്കുക. അങ്ങോട്ട് കരഞ്ഞേക്കാം. ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. കരച്ചിൽ വരുമ്പോണ്ടല്ലോ ആ ക്രൂശ് രൂപത്തിൽ നോക്കി ഇങ്ങനെയാണ് കരയുക. കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നതാണ്. അത് ദൈവത്തിന് മനസ്സിലാകും. ദൈവം ആ വാക്കുകൾ, നിങ്ങൾ പറയുന്ന വാക്കുകളേക്കാൾ അപ്പുറമായിട്ട് ഇതൊക്കെ വായിച്ചെടുക്കുന്നേ. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കണ്ണുനീര് വരുന്നു. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ കരഞ്ഞു പോയെന്ന് ചോദിച്ചു. ഒരാളെയും നമ്മൾ നോക്കരുത്, ഒരാളെയും നമ്മൾ ശ്രദ്ധിക്കരുത്. അത് വലിയ പ്രാർത്ഥനയായിട്ടാണ് വരുന്നത്. അത് വലിയൊരർത്ഥം ദൈവം അതിൽ നിന്ന് വായിച്ചെടുക്കും. സങ്കീർത്തനം 56:8 പറയുന്നത്, അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട്, കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയാം. നീ കരഞ്ഞ ഓരോ കണ്ണുനീരും അവിടുത്തെ കുപ്പിയിലുണ്ട്. അതുകൊണ്ട് എപ്പോൾ കരയാൻ വരുന്നു ഓടുക, ദൈവസന്നിധിയിലിരുന്ന് കുറേ വാവിട്ടാണ്ട് കരയുക. പ്രാർത്ഥിക്കണമെന്നില്ല, നീ അതിന് അർത്ഥം ആഴം നിറഞ്ഞതാണ്. അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ അഹങ്കാരോ പ്രൗഢിയോ ഒന്നുമില്ല. ദൈവത്തോട് നിറഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണത്. കരയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുക.